إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ ബഹുമാന്യരായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിറഞ്ഞ, ഒരുപാട് സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു സുദിനത്തിലാണ് നാം ഓരോരുത്തരും എന്നുള്ളത്. നമ്മുടെ പല സഹോദരങ്ങളും ഹജ്ജിന്റെ കർമ്മങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജാജികളുടെ ഹജ്ജുകളെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഹാജിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും ഉന്നതമായ പ്രതിഫലങ്ങൾ അല്ലാഹു അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തർക്കും വരും വർഷങ്ങളിൽ പരിപൂർണമായും അല്ലാഹു സ്വീകരിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമുക്കറിയാം, നാം ഇപ്പോൾ ഉള്ളത് ഈ ഭൂലോകത്ത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളിലാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, മാ മിൻ അയ്യാമിൻ അൽഅമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹി അൽഅശർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ്. അതുകൊണ്ട് തന്നെ ധാരാളം അമലുകൾ, ധാരാളം സൽക്കർമ്മങ്ങൾ ഈ 10 ദിനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പ്രേരണ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി പ്രേരിപ്പിക്കപ്പെട്ട, ഏറ്റവും കൂടുതലായി നമ്മോട് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട ഒരു അമലാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ധാരാളമായി തക്ബീർ ചൊല്ലി വരികയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറ്റെല്ലാത്തിനേക്കാൾ മുന്നിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് ഈ പദങ്ങൾ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് പറയാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദങ്ങളിൽ ഒന്നാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹു പറയുന്നു, വറബ്ബക ഫകബ്ബിർ. അല്ലാഹുവിനെ തക്ബീർ ചെയ്യുക, അല്ലാഹുവിനെ സ്തുതിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യകുൽ ലഹു വലിയ്യുൻ മിനൽ ദുല്ലി വകബ്ബിർഹു തക്ബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീർ ചെയ്യണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കണം, വാഴ്ത്തണം എന്നൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നത്, അല്ലാഹു കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും, അല്ലാഹു അക്ബർ ഉൾപ്പെടെയുള്ള തക്ബീറിന്റെ, തഹ്മീദിന്റെ പദങ്ങൾ പറയുന്നത് ഈ ഭൂലോകത്ത് സൂര്യനുദിച്ച പദങ്ങളിൽ, അഥവാ ഈ ഭൂലോകത്ത് മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളിൽപ്പെട്ടതാകുന്നു. നമ്മളിങ്ങനെ തക്ബീറുകൾ ചൊല്ലുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾ മുതൽ, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ മുതൽ അങ്ങനെ ധാരാളം തക്ബീറുകൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാറുണ്ട്. എങ്കിൽ ഇതൊക്കെ
യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അതിന്റെ പ്രതിഫലനം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും വേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ നാവിലൂടെ പറയുന്നതിലുപരി ജീവിതത്തിൽ അല്ലാഹു അക്ബർ സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് സാധ്യമാകുന്നത്. അങ്ങനെ അല്ലാഹു അക്ബർ സ്ഥാപിച്ചവർക്ക് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യങ്ങളാണ് ഈ ഭൂലോകത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ സ്മരണയാണ് യഥാർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് ബലിപെരുന്നാളായി നാം ആഘോഷിച്ച് വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു അക്ബർ എന്നുള്ള പദം അത് കേവലം നാവ് കൊണ്ട് ചൊല്ലേണ്ട ഒരു വാചകമല്ല. അതിന്റെ അപ്പുറത്ത് ഹൃദയത്തിൽ നിന്നും ഉടലെടുക്കേണ്ട ചില തീരുമാനങ്ങളാണ്, ചില നിലപാടുകളാണ്. നമുക്ക് അറിയാം, മുൻഗാമികളെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ നേതാക്കളെ നോക്കുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അവർ അല്ലാഹു അക്ബർ എന്നുള്ളത് ജീവിതത്തിൽ പാലിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് അക്ബർ എന്ന് പറഞ്ഞാൽ? വലുത്, ഏറ്റവും വലുത് അല്ലെ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹു ആണ് എനിക്ക് ഏറ്റവും വലുത്, അല്ലാഹുവാണ് എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഉറച്ച നിലപാട്, ഉയർന്ന നിലപാട്. റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് മേൽ എനിക്ക് ഇഷ്ടങ്ങളില്ല, റബ്ബിന്റെ നിലപാടുകൾക്ക് മേൽ എനിക്ക് നിലപാടുകളില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ജീവിതത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്യലാണ് അല്ലാഹു അക്ബർ കൊണ്ട് നാം സ്ഥാപിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിഷയം കടന്നു വരുമ്പോൾ, ഒരു ശരിയും തെറ്റും വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ടാമതൊരു കാര്യം നമുക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മൾ ഏതിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളിടത്ത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അക്ബർ ഉണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം വളരെ വ്യക്തമാകുന്നതാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തിൽ അല്ലാഹു അക്ബർ നടപ്പിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ബലിമൃഗത്തെ ആക്കുന്ന വേളയിലാണെങ്കിലും, അല്ലെങ്കിൽ പലതും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്ന വിഷയത്തിലാണെങ്കിലും, ത്യാഗം എന്നൊരു പദം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക, അള്ളാഹുവിന് വേണ്ടി നൽകുക എന്നതിന്റെ അപ്പുറത്തേക്ക് അതിവിശാലമാണ് യഥാർത്ഥത്തിൽ റബ്ബുമായിട്ട് നമുക്കുണ്ടാകേണ്ട ബന്ധം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹുവിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ എങ്ങനെയാണ് അല്ലാഹു അക്ബർ എന്നുള്ള നിലപാട് നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? ഒരു വിഷയം റബ്ബിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി പരിപൂർണമായി നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെങ്ങനെയാണ് നമുക്ക് ആ ഒരു നിലപാടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ റബ്ബിന് വേണ്ടി തന്റെ ഇഷ്ടങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത, ശത്രുക്കൾ പോലും സത്യസന്ധനെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ നേതാവ്, ലോകത്തിന്റെ വസന്തം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു അതിനേക്കാൾ ശ്രേഷ്ഠമായത് അവന് നൽകുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട്, നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുന്ന, നമ്മുടെ നെഫ്സ് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതിന്റെ അപ്പുറത്തേക്ക് റബ്ബിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ മുന്തിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ തൃപ്തി നമ്മൾ മുന്തിച്ചു കഴിഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലുത് നമുക്ക് നൽകുമെന്നുള്ളത് നമുക്ക് പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ, നമ്മുടെ നേതാവായ, നമ്മുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ തന്റെ ഇഷ്ടങ്ങളെക്കാൾ, തന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെക്കാൾ അദ്ദേഹം തന്റെ പ്രായത്തെ പോലും പരിഗണിക്കാതെ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനമാനങ്ങൾ നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചെറുപ്പത്തിൽ, യൗവനത്തിന്റെ കാലഘട്ടത്തിൽ സാമൂഹികമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും പലപ്പോഴും സമൂഹത്തിന്റെ പ്രേരണകൾക്കനുസരിച്ചുകൊണ്ട് നീങ്ങാൻ തയ്യാറാകുന്ന ആ ഒരു ഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിക്കുകയും താൻ മനസ്സിലാക്കിയ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉറക്കെ പ്രഖ്യാപിക്കുകയും തനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നറിഞ്ഞിട്ടും, തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നറിഞ്ഞിട്ടും റബ്ബിന്റെ തൃപ്തി മുന്നിലേക്ക് വെച്ച് കലിമത്തു തൗഹീദ് ഉറച്ചു വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അത് ജനങ്ങളുടെ മുന്നിൽ ഉറക്കെ പ്രഖ്യാപിക്കാനും തയ്യാറായപ്പോൾ യൗവനത്തിന്റെ കാലഘട്ടത്തിൽ സുബ്ഹാനല്ലാഹ് അദ്ദേഹം തന്റെ താല്പര്യങ്ങളെ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ആ ഒരു ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. അവിടെ ആളുകൾ ചോദിച്ചു, ആരാണ് നമ്മുടെ ബിംബങ്ങളെ തച്ചുടച്ചു കളഞ്ഞത്? വലിയ അക്രമകാരിയായ മനുഷ്യൻ തന്നെയാണവൻ.
അവിടെ ആളുകൾ പറയുന്നുണ്ട് ഇബ്രാഹിം എന്ന ഒരു യുവാവ് അവനാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, സമൂഹത്തിൽ പലപ്പോഴും അടിപതറുന്ന ആ ഒരു യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ താല്പര്യങ്ങൾ, തന്റെ ആഗ്രഹങ്ങൾ, തന്റെ ഭാവി ഇതൊക്കെ മാറ്റിവെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അവർ നിലപാട് സ്വീകരിച്ചപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര വലിയ സ്ഥാനമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതത്തിന്റെ ഒരു ഘട്ടം മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് വാർദ്ധക്യവേളയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജറിൽ മകനുണ്ടായി, ഇസ്മായിൽ അലൈഹിസ്സലാം. ആ കുഞ്ഞു പൈതലിനെ, തന്റെ ചോര കുഞ്ഞിനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, കുടുംബത്തെ ആ വിദൂര സ്ഥലത്ത്, ആ ഒരു ഉണങ്ങിയ പ്രദേശത്ത് കൊണ്ടുപോയി വിട്ടിട്ട് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ കുടുംബം നമ്മുടെ സ്വപ്നമാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ജീവിതത്തിന്റെ ഇന്ധനം, പ്രതീക്ഷ മക്കളാണ്, കുടുംബമാണ്, കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റബ്ബിന്റെ തീരുമാനം അവിടെ അറിയിച്ചപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചപ്പോൾ മറുത്തൊന്നും ചിന്തിക്കാതെ ആ വിദൂര പ്രദേശത്തേക്ക് തന്റെ കുടുംബത്തെ കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിലുപരി അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഹറാമിന്റെ സാഹചര്യങ്ങളിലേക്ക് കുടുംബത്തെ കൊണ്ടുപോകാതെ ഹലാലിന്റെ സാഹചര്യങ്ങളിലേക്ക് കുടുംബത്തെ പറഞ്ഞയച്ചുകൊണ്ട്, ദീനി സദസ്സുകളിൽ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ദീനി വേളകളിൽ നമ്മുടെ കുടുംബത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ച ആ ഒരു ഭൂപ്രദേശം, അതേക്കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രവൃത്തിയെക്കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞെന്നറിയോ? റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരം ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ, അല്ലാഹുവേ, ഒരു പുൽനാമ്പ് പോലുമില്ലാത്ത, ഒരു പച്ചപ്പ് പോലുമില്ലാത്ത ഈ ഭൂപ്രദേശത്ത് റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരം ഞാൻ എന്റെ കുട്ടിയെ വിട്ടിട്ട് പോവുകയാണ്, ഞാൻ എന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ച നിലപാടിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പത്നിയായ, നമ്മുടെ ഉമ്മയായ സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ സ്വീകരിച്ച നിലപാട്, ആ സ്ത്രീ ചോദിക്കുകയാണ്, അല്ലാഹു അമറക ബിഹാദാ. ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ വിട്ടിട്ട് പോകുമ്പോ തിരിഞ്ഞു നോക്കാൻ നടന്നു നീങ്ങുമ്പോ ഹാജർ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, പ്രവാചകരെ, അല്ലയോ പ്രിയ ഭർത്താവെ, എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് റബ്ബിന്റെ കൽപ്പന പ്രകാരമാണോ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ, അള്ള പറഞ്ഞിട്ടാണോ? സുബ്ഹാനല്ലാഹ്. അതേന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറുത്തൊരു നിലപാടില്ല എന്നുള്ളതാണ്. ചിന്തിച്ചു നോക്കി, റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നമ്മുടേതായ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി, സിഫത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സമയത്ത് പറയുന്നുണ്ട്, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹും റസൂലും ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ, കൽപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അഭിപ്രായം, സ്വന്തം അഭിപ്രായം ഉണ്ടാവുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ സ്ത്രീക്കും പുരുഷനും യോജിച്ചതല്ല. അപ്പൊ റബ്ബിന്റെ നിലപാടുകൾ, റബ്ബിന്റെ കൽപ്പനകൾ, റബ്ബിന്റെ നിരോധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള ചിന്തയുണ്ടാവുക എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനെ യോജിച്ചതല്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ പവർ, നമ്മുടെ ഈമാനിന്റെ ലെവല് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ ആ ഒരു ചെയ്തിക്ക് ശേഷം പിന്നീട് അദ്ദേഹം തന്റെ ഭാര്യയും കുഞ്ഞുമൊത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെക്കുറിച്ച് നമുക്കറിയാം. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സ്വന്തം ചോരയിൽ പറന്ന സ്വന്തം പൊന്നുമോനെ അറക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയത് നമുക്കറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം കുട്ടി, തന്റെ ചോരയിൽ പറന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ, പലപ്പോഴും നമ്മുടെ വേദനകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ ഒക്കെ മറികടക്കുന്നത് ആ മുഖങ്ങളിലേക്ക് നോക്കുമ്പോഴാണ്, ആ പുഞ്ചിരികളാണ്. അങ്ങനെയുള്ള തന്റെ കുഞ്ചോമന മകനെ ബലിയറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന വന്നപ്പോൾ അവിടെ സ്വന്തം ഒരു നിലപാട് പറയുകയോ സ്വന്തം ഭാഗത്തു നിന്നൊരു തീരുമാനം എടുക്കുകയോ അല്ല ചെയ്തത്, മറിച്ച് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു എല്ലാത്തിനും വലിയവനാണ്,
എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാൻ മുൻനിർത്തേണ്ടതുണ്ട് എന്ന ഉറച്ച തീരുമാനപ്രകാരം അദ്ദേഹം സുബ്ഹാനല്ലാഹ് ആ ഒരു ആവശ്യം തന്റെ മകനെ അറിയിക്കുകയും മകൻ സുബ്ഹാനല്ലാഹ് ആ ഒരു ഉപ്പയുടെ മകനായതുകൊണ്ട് തന്നെ ആ റബ്ബിന്റെ നിലപാടുകളെ പരിപൂർണമായും സ്വീകരിച്ച് ജീവിതത്തിൽ നടപ്പിലാക്കാൻ തയ്യാറായ ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും മകനായതുകൊണ്ട് തന്നെ ഇസ്മായിൽ അലൈഹിസ്സലാം പരിപൂർണമായും ആ ഒരു ഇങ്ങടിങ്ങി വഴങ്ങിക്കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് പരിപൂർണമായും അവിടെ നിന്നുകൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുവിന് വേണ്ടി കീഴ്തുങ്ങിയപ്പോൾ, അള്ളാഹുവിനെ മുൻപിച്ചപ്പോൾ നമുക്കറിയാം എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവർ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തെല്ലാം സ്ഥാനമാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇബ്രാഹിമല്ലദീ വഫ്ഫാ. ഇത്തരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിനെ മുന്തിച്ചത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിശേഷിപ്പിച്ചത് ഇബ്രാഹിമല്ലദീ വഫ്ഫാ, പരിപൂർണമായും കരാറ് പാലിച്ച ഇബ്രാഹിം എന്നുള്ള ബഹുമതിയാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിതനാക്കിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാം ഘട്ടത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ നിലപാടുകളിലെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് റബ്ബിന്റെ തീരുമാനങ്ങളെ, റബ്ബിന്റെ കൽപ്പനകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും നമുക്ക് പരിഹാരങ്ങൾ നൽകുമെന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പരിഹാരങ്ങൾ നൽകി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇംപോസിബിൾ, ഒരിക്കലും സാധിക്കൂല, മുസ്തഹീൽ എന്ന് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്. ആ പരിമിതികൾ എനിക്കാണ്, മനുഷ്യനായ എനിക്കാണ്. എന്റെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം പരിമിതികളില്ലാത്തവനാണ് എന്നുള്ള ഉറച്ച ബോധത്തോടുകൂടി റബ്ബിനെ തന്റെ കാര്യങ്ങളിൽ മുന്തിക്കുകയാണെങ്കിൽ, അല്ലാഹു അക്ബർ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ റബ്ബ് പരിഹാരം നൽകുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പോലും അല്ലാഹു നമുക്ക് നടത്തി തരുമെന്നുള്ളതാണ്. നമുക്കറിയാം, വാർദ്ധക്യവേളയിൽ, അങ്ങേയറ്റം വാർദ്ധക്യവേളയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്താനത്തെ നൽകുന്നത്. ആ ഒരു ഘട്ടം നമുക്കറിയാം. രണ്ട് അതിഥികൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നതിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിനും തന്റെ ഭാര്യയ്ക്കും അവർ സന്തോഷവാർത്ത നൽകുന്നു. അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹാജർ അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എനിക്ക് കുട്ടി ഉണ്ടാവുകയോ? അങ്ങനെ സുബ്ഹാനല്ലാഹ് അവർക്ക് ഗർഭം ധരിക്കേണ്ടതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇമ്പോസിബിളായി കാണുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നടത്തി തരുമെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ, അള്ളാഹുവിന്റെ തൃപ്തികളെ നമുക്ക് മറ്റത്തിനേക്കാൾ മുന്തിക്കാൻ സാധിക്കാതെ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നിലപാടുകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽ പറഞ്ഞ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ നമുക്ക് നടത്തി തരും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ റബ്ബിന്റെ തൃപ്തിയാണ് നമ്മൾ മുന്തിക്കുന്നതെങ്കിൽ അള്ളാഹു അത് പൂർത്തിയാക്കുമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജിന് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മരുഭൂമിയിൽ ഒരു പുൽനാമ്പ് പോലും ഇല്ലാത്ത ആ വരണ്ട പ്രദേശമായ മക്കയിൽ നിന്നും ജനങ്ങളെ ഹജ്ജിനെ ക്ഷണിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പുറപ്പെടുവിപ്പിക്കുമ്പോൾ റബ്ബ് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, തന്റെ ബുദ്ധിക്കോ തന്റെ യുക്തിക്കോ തന്റെ ചിന്തകൾക്കോ ഒന്നും ഇടം കൊടുക്കാതെ അതിന്റെ അപ്പുറത്തേക്ക് റബ്ബ് പറഞ്ഞ കാര്യമാണ്. അല്ലാഹു ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം, റബ്ബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല. അത്തരത്തിലൊരു നിലപാടോടുകൂടെ റബ്ബിൽ പ്രതീക്ഷ വെച്ച് സുബ്ഹാനല്ലാഹ് ജനങ്ങളെ ഹജ്ജിനെ ക്ഷണിച്ചപ്പോൾ എന്താ ഉണ്ടായത്? وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. എല്ലാ വിദൂര പ്രദേശങ്ങളിൽ നിന്നും സുബ്ഹാനല്ലാഹ് ഹജ്ജിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഏറെ സൗകര്യങ്ങളോടുകൂടെ ഹാജിമാർ തന്റെ ഹജ്ജുകൾ പൂർത്തിയാക്കി അവരവരുടെ കർമ്മങ്ങൾ, അവരവരുടെ അമലുകളുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉറച്ച നിലപാടിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന
ചില അത്ഭുതങ്ങളാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില കാര്യങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ചുകൊണ്ട് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അള്ളാഹു ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുമെന്ന് മാത്രമല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്മരണ റബ്ബ് നിലനിർത്തിയതുപോലെ നിലപാടുകൾ സ്വീകരിക്കുന്ന മനുഷ്യനാണെങ്കിൽ, അല്ലാഹു അക്ബർ എന്ന നിലപാട് സ്വീകരിക്കുന്ന മനുഷ്യനാണെങ്കിൽ നമ്മുടെ സ്മരണയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിലനിർത്തുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടമായി മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ഈ ഒരു സുദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം വളരെ കളർഫുള്ളായി തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെയാണ് ആഘോഷം? ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടും സൗഹൃദങ്ങൾ പങ്കിട്ടുകൊണ്ടും രോഗികളെ സന്ദർശിച്ചുകൊണ്ടും മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ടും അനാഥകൾക്ക് തണലായിക്കൊണ്ടും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പെരുന്നാള് നല്ല കളറാക്കേണ്ടതുണ്ട്. റബ്ബ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഈ പെരുന്നാളിനെ നമ്മൾ ഭംഗിയാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, സംഗീതം, ബന്ധം മുറിക്കൽ, നമസ്കാരം മുടക്കൽ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പെരുന്നാളിന്റെ ഭംഗി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടുള്ളതല്ല. ഇത് നല്ലൊരു അവസരമാണ്. പെരുന്നാള് നല്ലൊരു തുടക്കമെന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയവുമാണ്. അതെ, പെരുന്നാൾ നല്ലൊരു തുടക്കമാവട്ടെ. മുറിഞ്ഞ ബന്ധങ്ങൾ പുതുക്കാൻ ഇന്നൊരു പെരുന്നാളല്ലേ നിന്നെ ഒന്ന് വിളിക്കാമെന്ന് തീരുമാനിച്ചു. അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനും മുറിഞ്ഞുപോയ നമ്മുടെ സൗഹൃദങ്ങളെ കൂട്ടിയിണക്കാനും പറ്റിയ ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം വേളകളിൽ ധാരാളമായി അമലുകൾ ചെയ്തുകൊണ്ട്, നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട്, സ്വതക്കകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, തക്ബീറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണമാകുന്നത് ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ മറ്റെല്ലാത്തിനേക്കാൾ മേൽ മുന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്നുള്ള നിലപാട് ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അറഫയിലേക്കും ഹജ്ജിലേക്കും മുസ്ദലിഫയിലേക്കും മിനയിലേക്കും മശ്അറുൽ ഹറാമിലേക്കും ഒന്നും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവിടെ നബിതങ്ങൾ നടത്തിയ ആ പ്രഭാഷണങ്ങൾ, നബിതങ്ങൾ അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ കലിമത്തു തൗഹീദിന്റെ ഉറച്ച നിലപാട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റബ്ബിനെ മറ്റെല്ലാത്തിനേക്കാൾ മേലെ മുന്തിക്കുന്ന ആ ഒരു നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിന്റെ ആ ഒരു ദിവസങ്ങളിൽ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന്റെ ആ ഒരു ഹാജിമാരുടെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സന്തോഷിക്കുന്ന മഹാസൗഭാഗ്യമാണല്ലോ ഇന്ന്. അള്ളാഹു ദിവസങ്ങളാണല്ലോ കഴിഞ്ഞു പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹാജിമാരെ കൊണ്ട് സന്തോഷിച്ചതുപോലെ നമ്മുടെ ഇബാദത്തുകൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും നമ്മളെ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുന്ന ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാം ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ അനുസരണയിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. രോഗമുള്ളവരുടെ രോഗങ്ങളെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിവാഹപ്രായത്തിയവർക്ക് അള്ളാഹു അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളുള്ളവർ മക്കൾ അള്ളാഹു സ്വാലിഹ്യങ്ങളാകട്ടെ. ഇല്ലാത്തവർക്ക് അള്ളാഹു സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخوان المسلمين في فلسطين. اللهم كلهم ناصرا ووليا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد.